ജീവിത ദുരിതങ്ങൾക്കിടയിലും സേവനം മുടക്കുന്നില്ല മലപ്പുറത്തെ ആശമാർ. പരാതികൾ ഏറെയുണ്ടെങ്കിലും ജോലിയിൽ അവർ സജീവമാണ്. ഈ ആത്മാർത്ഥ സേവനമെങ്കിലും അധികാരികൾ കാണണമെന്ന് ആണ് അവർ പറയുന്നത്. എന്തൊക്കെയാ വർത്താനൊക്കെ? പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രഷറൊക്കെ നോർമലായില്ലേ? ഇത് അയണും കൽച്ചൊക്കെ കഴിക്കൽ തുടങ്ങിയിട്ടില്ല? കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളെ ജീവിതം. വെയിലാണോ മഴയാണോ ഒന്നും നോക്കലില്ല. നമ്മൾ ജനങ്ങളെ ആരോഗ്യം എന്നുള്ള ആ ഒരൊറ്റ ഉദ്ദേശലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുക. എന്നാലും ഞങ്ങളെ ജോലി മുടക്കണില്ല. ഞങ്ങൾക്കിപ്പോൾ നോമ്പിനൊക്കെ ഭയങ്കര പ്രയാസമുണ്ട്. ഈ ഒരു ടൈമിലൊക്കെ വെയിലും കൊണ്ട് നടന്നാലും എന്താ ചെയ്യുന്നാലും മാക്സിമം ഞങ്ങളെ ജോലി ഞങ്ങൾ നല്ല ആത്മാർത്ഥതയോടു കൂടി ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു വേദന എന്നറിയാനുള്ളത് നമുക്ക് കിട്ടുന്നത്. കാരണം ഓരോ ഏരിയക്ക് പോകണമെങ്കിലും കുന്നുമലയൊക്കെ കയറി പോവുകയാണ്. അങ്ങനെയൊക്കെ ഭയങ്കര ഒത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മളെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത്. അതിനുള്ളൊരു വേദന നമുക്ക് സർക്കാർ തന്നാൽ മതി. സൗദ പറഞ്ഞു നിർത്തിയത് തന്നെയാണ് സുലേഖയ്ക്ക് പറഞ്ഞു തുടങ്ങാനുള്ളത്. ദുരിതങ്ങളോട് പൊരുതിയാണ് അതിജീവനം. അതിനിടെയാണ് ഏക ആശ്രയമായ തൊഴിലും വഴിമുട്ടിയിരിക്കുന്നത്. സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഓണററി ഇൻസെൻറ്റീവ് കൂട്ടിത്തരിക. അത് കറക്റ്റ് സമയത്ത് ഒരു ഡേറ്റ്, ഫിക്സ്ഡ് ഡേറ്റ് വെച്ചിട്ട് അതിന് ഞങ്ങൾക്ക് തരിക. കാരണം ഞങ്ങൾ അതുകൊണ്ട് ചിലവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വർക്കിനനുസരിച്ചല്ല ഞങ്ങൾക്ക് കിട്ടേണ്ടത്. വർക്ക് കൂടുതലും ക്യാഷ് കുറവാണ്. അപ്പോൾ അത് ഞങ്ങൾക്കൊക്കെ ഒന്ന് കുറച്ച് കൂട്ടിത്തരിക. ഒരുപാട് കൂട്ടാനല്ല പറയുന്നത്, എന്നാലും അതിൻ്റേതായിട്ടുള്ള ഞങ്ങൾ വർക്കിനനുസരിച്ചുള്ള ജോലിക്കനുസരിച്ചുള്ള ഓണററി ഇൻസെൻറ്റീവ് കൂട്ടിത്തരിക. ഇനിയും എത്ര കാലം ഇങ്ങനെ എന്നുള്ളതാണ് ഇവർ ആവർത്തിച്ചു ചോദിക്കുന്നത്. പ്രതിസന്ധികൾ ഒരുപാടുണ്ടെങ്കിലും സേവനം മുടക്കുന്നില്ല മലപ്പുറത്തെ ആശാമാർ. ഒരുപാട് പറഞ്ഞു മടുത്തതാണ്. പക്ഷേ പരിഹാരം അകലെയാകുമ്പോൾ ഇനി എന്തെന്ന ചോദ്യമാണ് ബാക്കി. പ്രജോഷ് കുമാറിനൊപ്പം അരുണ മൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.